അനിഴം നക്ഷത്രക്കാരുടെ വൃശ്ചിക രാശി പൊതുവായ ജ്യോതിഷഫലങ്ങളും 2026 പ്രത്യേകതകളും താഴെ വിശദമായി നൽകുന്നു. നക്ഷത്രാധിപൻ ശനിയും രാശ്യാധിപൻ ചൊവ്വയുമാണ്. ഭാഗ്യം തെളിയുന്നത് എപ്പോൾ? ഈ വർഷം നല്ലതാണോ? 2026 ഫലം. ഈ വർഷം അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ മാറ്റങ്ങളുടെ സമയമാണ്. വ്യാഴത്തിന്റെ സ്ഥാനമാറ്റം അനുകൂലമാകുന്നതോടെ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമാകും. തൊഴിലിലും ബിസിനസ്സിലും പുരോഗതി പ്രതീക്ഷിക്കാം. ഭാഗ്യം തെളിയുന്ന സമയം. അനിഴം നക്ഷത്രക്കാർക്ക് സ്വന്തം കഠിനാധ്വാനത്തിലൂടെയാണ് മിക്കവാറും ഭാഗ്യം ലഭിക്കുക. സാധാരണയായി 27, 31, 36, 42 എന്നീ പ്രായങ്ങളിൽ ഇവർക്ക് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ബാധദോഷം, ശത്രുദോഷം, കണ്ണേറ്, ദൃഷ്ടിദോഷം, അസൂയക്കാരുടെ ശല്യം എന്നിവ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. രാശ്യാധിപൻ ചൊവ്വയായതിനാൽ ചില സമയങ്ങളിൽ അകാരണമായ കോപവും അതുവഴി പ്രശ്നങ്ങളും ഉണ്ടാകാം. നിരന്തരമായ ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈ ദോഷങ്ങളെ മറികടക്കാൻ സാധിക്കും. ധനയോഗം. സ്വന്തം പ്രയത്നത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആദ്യകാലങ്ങളിൽ ധനസമ്പാദനത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും ജീവിതത്തിന്റെ മധ്യകാലത്തിനു ശേഷം ഏകദേശം 30 മുതൽ 35 വരെ വയസ്സിനുശേഷം ശക്തമായ ധനയോഗം അനുഭവപ്പെടും. 2026 പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുകിട്ടാനും കടബാധ്യതകൾ തീർക്കാനും യോഗമുണ്ട്. ഇഷ്ടദൈവം. അനിഴം നക്ഷത്രത്തിന്റെ അധിദേവത മിത്രൻ സൂര്യഭഗവാന്റെ ഒരു വകഭേദം ആണ്. താഴെ പറയുന്ന മൂർത്തികളെ ഉപാസിക്കുന്നത് അത്യുത്തമമാണ്. ശാസ്താവ് ബൈ അയ്യപ്പൻ. നക്ഷത്രാധിപൻ ശനിയായതിനാൽ ശനിദോഷങ്ങൾ അകറ്റാൻ. സുബ്രഹ്മണ്യൻ ബൈ ഭദ്രകാളി. രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്താനും ശത്രുദോഷം അകറ്റാനും. പരമശിവൻ സർവ്വവിഘ്നങ്ങളും നീങ്ങാനും മനഃശാന്തിക്കും. ഏതൊക്കെ അമ്പലത്തിൽ പോകണം? ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമി ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ വഴിപാടായി നൽകുകയും ചെയ്യുക. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തിലകൊണ്ട് അർച്ചനയോ ജലധാരയോ നടത്തുക. വിവാഹം എപ്പോൾ നടക്കും? വിവാഹത്തിന് ശ്രമിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം 2026 വളരെ അനുകൂലമാണ്. വ്യാഴമാറ്റം വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും മംഗളകർമ്മങ്ങൾ നടക്കാനും ഈ വർഷം അനുകൂല സാഹചര്യങ്ങളുണ്ട്. ജപിക്കേണ്ട മന്ത്രങ്ങൾ. നിത്യവും രാവിലെയും വൈകുന്നേരവും താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഐശ്വര്യദായകമാണ്. അനിഴം നക്ഷത്ര മൂലമന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ഓം മിത്രയേ നമ. സ്റ്റാർ ശാസ്താമന്ത്രം ശനിദോഷം അകറ്റാൻ. ഓം ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്താ പ്രചോദയാത്. ശിവപഞ്ചാക്ഷരി മന്ത്രം. ഓം നമ ശിവായ. നവഗ്രഹ ശനി മന്ത്രം. ഓം ശനീശ്വരായ നമഃ. ശ്രദ്ധിക്കുക, ഈ വിവരങ്ങൾ പൊതുവായ ജ്യോതിഷശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾക്ക് നിങ്ങളുടെ ജനനസമയവും തീയതിയും വെച്ച് വ്യക്തിപരമായ ജാതകം പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൂട്ടുകാരെ, ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും മികച്ച വീഡിയോകൾ ചെയ്യാനുള്ള എന്റെ ഏറ്റവും വലിയ പ്രചോദനം. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കുകൂടി ഉപകാരപ്പെടാൻ തീർച്ചയായും ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക.